അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അള്ളാഹു തആല അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്നവർ അള്ളാഹു തആല അവർക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ അസുഖങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അടിയുറച്ച ഈമാനോടുകൂടി സാലിഹായ അഅമാലോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി ഈ ലോകത്ത് ജീവിക്കുകയും ഏറ്റവും സന്തോഷകരമായ മരണം അള്ളാഹു നമുക്ക് നൽകുകയും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ, സഹാബാക്കളുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന വലിയ ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ആ കുട്ടി മരണപ്പെട്ടു. അല്ലാഹു തആല ആ കുട്ടിക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അല്ലാഹു തആല ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ക്ഷമയുടെ സബറിൻ്റെ പ്രതിഫലമായ ബൈത്തുൽ ഹംദ്, ഹംദിൻ്റെ വീട് അല്ലാഹു തആല സ്വർഗത്തിൽ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുഞ്ഞിനോടൊപ്പം കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന വലിയ ഭാഗ്യവാന്മാരിൽ ആ മാതാപിതാക്കൾ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ 3 ആഴ്ചകളായി നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ശുക്ർ ഒരു ഭാഗമാണെങ്കിൽ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് സ്വബർ, ക്ഷമ എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അജബൻ ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഇദാ അസ്വാബതുഹു സറാ ശകറ ഫകാന ഖൈറൻ ലഹ്, അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു തആല നൽകും. അതിലൊക്കെ അവൻ സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ ആ കൂട്ടത്തിൽ, സന്തോഷിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന് നന്ദി കാണിക്കുകയാണെങ്കിൽ ആ അനുഗ്രഹങ്ങളൊക്കെ നന്മകളായിട്ട് മാറും, ഖൈറുകളായിട്ട് മാറും, നാളെ പരലോകത്ത് വിജയിക്കാനുള്ള കാരണമായിട്ട് മാറും. എന്നാൽ വഇൻ അസ്വാബതഹു ലറാ, ഇനി ഒരാളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു, രോഗമായും മരണമായും പല തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്, ഞാൻ അതിനെ പരിപൂർണമായ മനസ്സോടുകൂടി അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിച്ച് ജീവിക്കുകയാണെങ്കിൽ ഫകാന ഖൈറൻ ലഹ്, അതും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്, നാളെ പരലോകത്ത് വിജയിക്കാനുള്ള കാരണമാണ്, നാളെ പരലോകത്ത് ഉയർന്ന ദർജകൾ ലഭിക്കാനുള്ള കാരണമാണ്. ക്ഷമ എന്ന് പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹറാമിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ക്ഷമ, സ്വാലിഹായ അഅമാലുകൾ ചെയ്യാനുള്ള ക്ഷമ. ഇതൊക്കെ ക്ഷമയുടെ ഏറ്റവും ഉയർന്ന ഭാഗങ്ങളാണ്. അല്ലാഹു തആല അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുവാനും സ്വാലിഹായ അഅമാലുകൾ, സ്വർഗത്തിൻ്റെ അമലുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാനും അതിനു വേണ്ട ക്ഷമയും സ്വബറുമൊക്കെ അല്ലാഹു നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവിൻ്റെ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. ആ സന്ദർഭങ്ങളിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയണം.
ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് മുസീബത്തുകളിൽ വലിയൊരു മുസീബത്ത് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അവൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന അവൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെടലാണ്. അതുപോലെ തന്നെ അവൻ്റെ മക്കൾ മരണപ്പെടലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. മരണങ്ങൾ കൊണ്ട് തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ക്ഷമിക്കുന്നവർക്ക്, സ്വബർ കാണിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരു മകൻ മരണപ്പെട്ട വാപ്പയോട്, ഉമ്മയോട് ഖുർആനിൻ്റെ ഈ ആയത്ത് ഓതി കൊടുക്കാൻ പറ്റും. വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളുടെ മകൻ മരണപ്പെട്ടു പോയി, നിങ്ങളുടെ മകൾ മരണപ്പെട്ടു പോയി, നിങ്ങളുടെ ഉപ്പ മരണപ്പെട്ടു പോയി, നിങ്ങൾ ക്ഷമിക്ക്. അള്ളാഹു ആണ് തന്നത്, അള്ളാഹു ആണ് തിരിച്ചെടുത്തത്. നിങ്ങൾ ക്ഷമിക്ക്. ക്ഷമിച്ചു കഴിഞ്ഞാൽ വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിൽ സന്തോഷിക്കാം. പകരം അള്ളാഹു നല്ലതിനെ തരും. നാളെ പരലോകത്ത് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് ഏറ്റവും ഉയർന്ന പ്രതിഫലവും സ്വർഗവും തരും. അതുകൊണ്ട് സന്തോഷിക്കുക. നാളെ പരലോകത്തെത്തുമ്പോഴാണ് നമുക്കുണ്ടായ നഷ്ടങ്ങൾ എത്ര വലിയ ഖൈറുകളായിരുന്നു. നമ്മൾ ജീവിതത്തിലുണ്ടായിരുന്ന ഒരുപാട് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോൾ അതിലൂടെ അവരുമായി ഒരുമിച്ച് സ്വർഗത്തിലുള്ള കാലാകാലമുള്ള ജീവിതം, ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം അനുഭവിക്കുമ്പോഴാണ് പടച്ചവനെ, അന്ന് എൻ്റെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ക്ഷമിച്ചതിൻ്റെ പേരിലാണല്ലോ എനിക്ക് ഈ സ്വർഗം ലഭിച്ചത്. ആ കാരണത്താൽ, ആ മരണം കാരണത്താൽ കാലാകാലം എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള ആ പടച്ചവൻ്റെ ഏറ്റവും കരണീയമായ തീരുമാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുക നാളെ പരലോകത്തെത്തുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തായാലും നമ്മുടെ കൂടെയുള്ളവർ മരണപ്പെടുക തന്നെ ചെയ്യും. ആദ്യം ഒന്നില്ലെങ്കിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പോകും, അല്ലെങ്കിൽ മക്കൾ പോകും. ആരും അകാല മരണം അടഞ്ഞവരല്ല. സാധാരണ പത്രമാധ്യമങ്ങൾ പറയും, ഒരു 15 വയസ്സുള്ള കുട്ടി മരണപ്പെട്ടാൽ പറയും അകാല മരണം അടഞ്ഞു. കാലമെത്താതെയല്ല ഒരാളും ഈ ലോകത്തിന് വിട പറയുന്നത്. മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനം, അത് ഒരു മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗർഭപാത്രത്തിൽ 4ാമത്തെ മാസം വന്ന മലക്കുകൾ തീരുമാനിക്കും ഈ കുട്ടി എന്ന് മരിക്കണമെന്നുള്ള കാര്യം. നമ്മുടെ മരണവും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. ആ മരണത്തിലേക്കുള്ള യാത്രയിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അതിൻ്റെ കൃത്യമായ അവധി വന്നു കഴിഞ്ഞാൽ അത് 15 വയസ്സാകാം, 30 വയസ്സാകാം, 60 വയസ്സാകാം, ഒരുപക്ഷെ 90 വയസ്സാകാം. പക്ഷേ അള്ളാഹു തീരുമാനിച്ച ആ അവധി എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ മടങ്ങേണ്ടി വരും. ഒരാളും ഈ ലോകത്ത് ശാശ്വതമായിട്ട് ജീവിക്കാറില്ല, ജീവിക്കുകയുമില്ല. പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ, മുസീബത്തുകളിൽ വലിയ പ്രയാസമാണ് നമ്മുടെ മക്കൾ നാം ജീവിച്ചിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, നമുക്ക് തിർമിദിയുടെ ഹദീസിൽ കാണാൻ സാധിക്കും, ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ മകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ റൂഹ് പിടിച്ച് തിരിച്ചു വരുന്ന മലക്കുകളോട് അല്ലാഹു തആല ചോദിക്കുമെന്നാണ് ഖബൽതും വലദ അബ്ദി. അള്ളാഹുവിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്, വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ അവരുടെ റൂഹിനെ പിടിച്ചോ? അള്ളാഹിൻ്റെ ചോദ്യം അതാണ്. എൻ്റെ അടിമയുടെ കുഞ്ഞിൻ്റെ റൂഹിനെ നീ പിടിച്ചോ എന്നാണ് ചോദിക്കുക. എൻ്റെ അടിമ, അഥവാ എൻ്റെ ഉപ്പ മരിച്ചാൽ, എൻ്റെ മകൻ മരിച്ചാൽ, അത് അള്ളാഹ്ക്ക് എന്നോട് ദേഷ്യമുള്ളതിൻ്റെ പേരിൽ ചെയ്യുന്നതല്ല, അള്ളാഹുവിന് എന്നോട് വെറുപ്പുള്ളതിൻ്റെ പേരിൽ ചെയ്യുന്നതല്ല, അള്ളാഹുവിൻ്റെ സ്നേഹം കുറഞ്ഞതിൻ്റെ പേരിൽ ചെയ്യുന്നതല്ല. അള്ളാഹുവിൻ്റെ സ്നേഹം കുറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലക്കുകളോടുള്ള ആ ചോദ്യം. എൻ്റെ അടിമയുടെ കുഞ്ഞിനെയാണോ നിങ്ങൾ പിടിച്ചത്?
മലക്കുകൾ പറയുന്നാണ്, ഫയഖൂലൂന നഅം, അതെ അല്ലാഹുവേ, നിന്റെ അടിമയുടെ മകൻ്റെ റൂഹിനെയാണ് ഞങ്ങൾ പിടിച്ചത്. അള്ളാഹു അടുത്തൊരു ചോദ്യം കൂടി ചോദിക്കും, ഖബൽതും സമറത ഫുആദിഹി, എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണത്തെയാണോ നിങ്ങൾ പിടിച്ചത്? മലക്കുകൾ പറയുമെന്നാണ്, അതെ പടച്ചവനെ, നിന്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണത്തെയാണ് പിടിച്ചത്. അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്. അള്ളാഹുവാണ് നിങ്ങളുടെ മനസ്സിൽ, നമ്മളുടെ മനസ്സിൽ നമ്മുടെ സ്വന്തം മക്കളോടുള്ള, മകളോടുള്ള സ്നേഹം ഇട്ടുതരുന്നത്. അള്ളാഹുവിന് ശരിക്കറിയാം നമ്മുടെ മകനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമാണെന്ന് അള്ളാഹുവിനറിയാം. ആ കുഞ്ഞ് മകൻ ഉപ്പാക്കും ഉമ്മാക്കും എത്ര സ്നേഹമുണ്ടായിരുന്നു, എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് അള്ളാഹുവിന് ശരിക്കറിയാം. അതറിഞ്ഞതോടുകൂടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളോട് ചോദിക്കുന്നത്. ആ മകനെ പിടിച്ച സന്ദർഭത്തിൽ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ അടിമയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? എൻ്റെ അടിമ എന്താ പറഞ്ഞത്? കാരണം ആ മകനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച മരണത്തിൻ്റെ തീയതിയിൽ പിടിക്കുമ്പോൾ ഒരു പക്ഷേ ആ ഉപ്പയും ഉമ്മയും കരയുന്നുണ്ടാകും. എന്തിനാണ് കരയുന്നത്? മകൻ്റെ ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് സ്നേഹം പങ്കിട്ട അനർഘ നിമിഷങ്ങൾ. സ്വാഭാവികമായിട്ടും ഉമ്മ എന്ന പേരിൽ, ഉപ്പ എന്ന പേരിൽ മകനോട് അഗാധമായ സ്നേഹവും ബന്ധവും ഉണ്ടാകും. പക്ഷേ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്നോട് എന്നെ 9 മാസം നൊന്ത് പ്രസവിച്ച എൻ്റെ ഉമ്മയേക്കാൾ 90 ഇരട്ടി 100 ഇരട്ടി അള്ളാഹുവിന് എന്നോടുണ്ട് എന്ന് ഖുദ്സിയായ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മയേക്കാൾ, എൻ്റെ ഉപ്പയേക്കാൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബാണ്. എനിക്ക് ആരോഗ്യം തന്നത് എൻ്റെ ഉമ്മയോ ഉപ്പയോ അല്ല. എനിക്ക് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും പോലും തന്നത് എന്നെ സൃഷ്ടിച്ച എൻ്റെ റബ്ബാണ്. എനിക്ക് വിദ്യാഭ്യാസം തന്നത് അള്ളാഹുവാണ്. എനിക്ക് ഈ ലോകത്ത് ഞാൻ അനുഭവിക്കുന്ന എല്ലാം തന്നത് എൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബ് എനിക്ക് കാണാനുള്ള കാഴ്ച ശക്തി നൽകിയിട്ടില്ല എങ്കിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നൽകാൻ കഴിയോ? എൻ്റെ റബ്ബ് എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകിയിട്ടില്ല എങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആ സംസാരിക്കാനുള്ള ശേഷി നൽകാൻ കഴിയോ? എനിക്ക് നടക്കാനുള്ള ശേഷി നൽകിയിട്ടില്ല എങ്കിൽ, കാലില്ലാതെ അംഗവൈകല്യത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നതെങ്കിൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആ ബാക്കിയുള്ളവരെ പോലെ, ബാക്കിയുള്ള മക്കളെ പോലെ നല്ല സുന്ദരമായ ആരോഗ്യമുള്ള കൈകാലുകൾ തന്ന് അനുഗ്രഹിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബാണ്. എത്രയോ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്നു. പക്ഷെ അള്ളാഹു നമ്മളെ പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ? അള്ളാഹു ഖുർആനിൽ അത് പറയുന്നുണ്ടല്ലോ, നാം എത്ര എളുപ്പമാക്കി തന്നു നിങ്ങൾക്ക്. ഡോക്ടർ തീരുമാനിച്ചാൽ, ഹോസ്പിറ്റൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ പ്രസവിപ്പിക്കാൻ കഴിയോ? ഒരിക്കലുമില്ല. ആരാണ് നമുക്ക് ഈ ലോകത്തേക്കുള്ള യഥാർത്ഥമായ സൃഷ്ടിപ്പ് നടത്തിയത്? എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുകയും അതും ഏറ്റവും സുന്ദരമായ രീതിയിൽ സൃഷ്ടിക്കുകയും നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള മുഴുവൻ മാർഗദർശനവും ഇൽമും അറിവും നൽകുകയും ചെയ്ത എൻ്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിനാണ് എന്നോട് ഏറ്റവും സ്നേഹമുള്ളത്. അതുകൊണ്ട് തന്നെ സ്വന്തം കുഞ്ഞ് മരണപ്പെടുമ്പോൾ നമുക്ക് വേദനയുണ്ടാകും. പക്ഷെ നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ കുഞ്ഞ്, എൻ്റെ മകൻ എങ്ങോട്ടേക്കാണ് യാത്രയായത്? എന്നേക്കാൾ സ്നേഹം കൊടുക്കുന്ന, എൻ്റെ ഭാര്യയേക്കാൾ കരുണ കാണിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ, ഞാൻ കരുണ കാണിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്കാണ് എൻ്റെ മകൻ യാത്രയായത്. അതുകൊണ്ട് തന്നെ എൻ്റെ മകൻ ഒരിക്കലും സങ്കടപ്പെടൂല. ദുനിയാവിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ
ഉപ്പ എന്ന പേരിൽ ഞാൻ അടിച്ചിട്ടുണ്ടാകും, ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, ശകാരിച്ചിട്ടുണ്ടാകും, വേദനിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നേക്കാളും കരുണയുള്ള അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഈ കുഞ്ഞു മകൻ യാത്രയാകുമ്പോൾ അള്ളാഹു ഒരിക്കലും ആ മകനോട് ക്രൂരത കാണിക്കൂല. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്. ആ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ആ കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, പരിപാലിക്കും, അതിന് ഭക്ഷണം നൽകും. അള്ളാഹു തആല ചോദിക്കുന്നതാണ്, മാദാ ഖാല അബ്ദി. ആ സമയത്ത് കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ചെവിയിൽ കേട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ വാപ്പ എന്താണ് പ്രതികരിച്ചത്? ആ കുഞ്ഞിൻ്റെ ഉമ്മ എന്താണ് പ്രതികരിച്ചത്? മലക്കുകൾ മറുപടി പറയുമെന്നാണ്, ഹമിദക വസ്തർജഅ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഞാനും മടങ്ങേണ്ടവനാണ് അള്ളാഹുവിലേക്ക്. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹു എനിക്ക് തന്ന ഗിഫ്റ്റ് അള്ളാഹു തിരിച്ചു മേടിച്ചിരിക്കുന്നു. തിരിച്ചു മേടിക്കുമ്പോൾ ഞാൻ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? സങ്കടമുണ്ടാകും, പക്ഷെ അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. നമുക്കിങ്ങനെയൊരു സന്ദർഭം വന്നാൽ നമ്മൾ എന്തായിരിക്കും മറുപടി പറയാ? നമുക്കിങ്ങനെയുള്ള ഘട്ടങ്ങൾ വന്നാൽ, എൻ്റെ മകൻ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ, എൻ്റെ വാപ്പ ഉമ്മ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ എൻ്റെ നാവിൻ്റെ തുമ്പിൽ എന്തായിരിക്കും ആദ്യം വരിക? അൽഹംദുലില്ലാഹി എന്ന് പറയാനുള്ള ഈമാൻ എനിക്കുണ്ടാകുമോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എൻ്റെ ഉപ്പ മടങ്ങി, ഉമ്മ മടങ്ങി, എൻ്റെ മക്കൾ മടങ്ങി, ഞാനും മടങ്ങേണ്ടവനാണെന്നുള്ള ചിന്ത ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകണ്ടേ? അപ്പോഴല്ലേ നമ്മൾ മുഅ്മിനാവുകയുള്ളൂ, അപ്പോഴല്ലേ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുകയുള്ളൂ. അങ്ങനെ നമ്മൾ ഈമാന്റെ ശക്തിയോടുകൂടി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു മുകളിലിരുന്നു കൊണ്ട്, ഏഴാനാകാശത്തിന്റെ അപ്പുറത്തിരുന്നു കൊണ്ട് അള്ളാഹു പറയുമെന്നാണ്, ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന. ആ കുഞ്ഞിന്റെ വാപ്പാക്കും ഉമ്മാക്കും, അഥവാ എൻ്റെ അടിമക്ക് എന്നല്ല പറയും. അള്ളാഹുവിൻ്റെ സ്നേഹം നോക്കിയേ. എൻ്റെ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കണം. എന്നിട്ടോ വസമ്മൂ, ആ വീടിന് നിങ്ങൾ പേര് വെക്കണം ബൈത്തൽ ഹംദ്, ഹംദിന്റെ വീടെന്ന് പേര് വെക്കണം. നമ്മൾ ചിന്തിക്കേണ്ടത് ആഖിറാണ്. എൻ്റെ മകൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, പടച്ചവനെ, ഈ ദുനിയാവിൻ്റെ ജീവിതം എത്ര നിസാരമാണ്, ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും, ഞാനും മരിക്കും, എൻ്റെ മാതാപിതാക്കളും മരിക്കും, എൻ്റെ മക്കളും മരിക്കും. 100 വർഷം കഴിഞ്ഞ് ആരെവിടെ ഭൂമി ലോകത്തുള്ളത്? കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാവരും മരിക്കും. പക്ഷേ എനിക്ക് വലിയ സൗഭാഗ്യം കിട്ടിയിരിക്കുക. എന്താണ് സൗഭാഗ്യം? എൻ്റെ മകൻ മരണപ്പെട്ടു, എൻ്റെ മകൻ മരണപ്പെട്ടു. ആ മകൻ നാളെ പരലോകത്ത്, ആ മകൻ കാരണം എനിക്ക് ബൈത്തുൽ ഹംദ് എന്നുള്ള വീട് അല്ലാഹു തആല നൽകും. ആ മകന്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് സുന്ദരമായ രീതിയിൽ കടന്നു പോകാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം, ചെറിയ സൗഭാഗ്യമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതെനിക്ക് ലഭിക്കാൻ പോവുകയാണെന്നുള്ളൊരു മാനസികമായ ചിന്ത ഒരു അടിമയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ സമാധാനം, ഈമാൻ ആ മനുഷ്യന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകും. പിന്നെ ഡിപ്രഷനിലേക്ക് പോകില്ല, സങ്കടത്തിലേക്ക് പോകില്ല. ഇത് അള്ളാഹുവിൻ്റെ ഖലാ ഖദറാണ്, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ചിലരൊക്കെ പറയും, പറയുന്നവർക്കൊക്കെ അങ്ങനെ പറയാം, അനുഭവിക്കുമ്പോഴല്ലേ അതിൻ്റെ വേദന അറിയുള്ളൂ. ശരിയാണ്, അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയുക. ബുഖാരിയുടെ ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു പ്രാവശ്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കുഞ്ഞ് മരിച്ച ഒരു ഉമ്മയുടെ അടുക്കലൂടെ കടന്നുപോയി. ആ ഉമ്മ സങ്കടപ്പെട്ട് മകൻ പോയ ദുഃഖത്തിൽ ഇങ്ങനെ ഖബറിന്റെ അടുക്കലിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി ഇംറഅത്തിൻ തബ്കി ഇൻദ ഖബർ, മകന്റെ ഖബറിന്റെ അടുക്കലിരുന്ന് കരയാണ്. മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇത്തഖില്ലാഹ വസ്ബിരി, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. ഫസ്റ്റ് പറഞ്ഞത് അതാണ്. നാവിൽ അള്ളാഹുവിന് വെറുപ്പുണ്ടാകുന്ന വർത്തമാനങ്ങൾ പറയരുത്. കാരണം റൂഹിനെ പിടിച്ചത് ആരുമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് നാവിൽ നിന്നും നന്ദികേടിൻ്റെ വാക്ക് പറഞ്ഞു പോകല്ലേ, സൂക്ഷിക്കണേ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വസ്ബിരി, ക്ഷമിക്കണേ. അള്ളാഹു അല്ലേ തിരിച്ചെടുത്തത്, അള്ളാഹു അല്ലേ തിരിച്ചെടുത്തത്.
ഖാലത്ത്, ആ സമയത്ത് ആ സ്ത്രീ നബിതങ്ങളാണെന്ന് തിരിച്ചറിയാതെ ഒരു മറുപടി പറയുന്നുണ്ട്. ഇലൈക അന്നി ഫഇന്നക ലം തുസിബ് ബിമുസീബതി. ഇലൈക അന്നി, ഇലൈക അന്നി ഫഇന്നക ലം തുസിബ് ബിമുസീബതി. താങ്കളുടെ മകനല്ലല്ലോ മരിച്ചത്, എൻ്റെ കുഞ്ഞല്ലേ മരിച്ചത്. എൻ്റെ കുഞ്ഞ് മരിച്ചാൽ വേദന എനിക്കല്ല ഉണ്ടാകുക. നിങ്ങൾക്ക് എന്തിനാ സങ്കടപ്പെടേണ്ട ആവശ്യം? നിങ്ങളുടെ മകനല്ലല്ലോ, നിങ്ങളുടെ മകളല്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അറിയിച്ചില്ല. പിന്നീട് ആ സ്ത്രീക്ക് അറിയിക്കപ്പെട്ടു, ഞാൻ സംസാരിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനോടാണ്. പിന്നീട് ആ സദസ്സിലേക്ക് വരുന്നുണ്ട്. ഫഅതത് ബാബൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നുണ്ട്, ലം അഅരിഫുക്, അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് അങ്ങയെ മനസ്സിലായില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ആ സമയത്ത് നബി തങ്ങൾക്ക് എന്നെ ബഹുമാനിക്കാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു വർത്തമാനം ഒരു പ്രശ്നവുമില്ല. നബി തങ്ങൾ പറഞ്ഞത് ഇന്നമ സ്വബർ ഇൻദ സ്വദമത്തിൽ ഊല, സഹോദരി ഉമ്മ, ക്ഷമിക്കേണ്ടത് കുറെ കഴിഞ്ഞിട്ടല്ല, അതെല്ലാ മനുഷ്യരും ക്ഷമിക്കും. പ്രയാസമുണ്ടായി ഒരു ദിവസം കഴിഞ്ഞ് അതൊരു ആഴ്ചയാകും, ആഴ്ചകളാകും, മാസമാകും, മാസങ്ങളാകും, മറക്കും, ക്ഷമിക്കാൻ കഴിയും. ക്ഷമിക്കേണ്ടത് കുറേ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടല്ല. ഏത് സമയത്താണ് നിന്റെ ചെവിയിൽ ആ വാർത്ത കേട്ടത്, ആ സമയത്ത് നിനക്ക് ക്ഷമിക്കാൻ കഴിയണം. അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ആ സമയത്താണ് ക്ഷമിക്കേണ്ടത്. കാരണം ആ സമയത്ത് നിന്റെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എൻ്റെ റബ്ബ് തിരിച്ചെടുത്തതാണ്, എൻ്റെ റബ്ബ് തിരിച്ചെടുത്തതാണ്. മാത്രമല്ല, ഈ അപകട മരണങ്ങളൊക്കെ നമുക്ക് വലിയ പ്രയാസമായിട്ട് തോന്നും. കുഞ്ഞ് മുങ്ങി മരിക്കുക, അപകടത്തിൽപ്പെടുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം സഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, ശുഹദാക്കൾ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആരൊക്കെയാണ് ശുഹദാക്കൾ? സഹാബാക്കൾ തിരിച്ചു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടവരാണ് ശുഹദാക്കൾ. പിന്നെ നബിതങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ശുഹദാക്കളുടെ എണ്ണം അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ കുറഞ്ഞു പോകുമല്ലോ. സഹാബാക്കൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഫമൻഹും യാ റസൂലല്ലാഹ്, ആരാണ് അള്ളാഹുവിൻ്റെ റസൂലെ ശുഹദാക്കൾ? ആ സമയത്ത് നബിതങ്ങൾ പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാക്കപ്പെട്ടവരും ശുഹദാവ് തന്നെയാണ്. വമൻ മാത ഫീ സബീലില്ലാഹ്, വീണ്ടും പ്രത്യേകം പറയും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടവർ അവർ ഷഹീദാണ്. ഇൽമു പഠിക്കുന്ന മാർഗത്തിൽ മരിച്ചു, ഖുർആൻ പഠിക്കുന്ന മാർഗത്തിൽ മരിച്ചു, അതുപോലെ എന്തെങ്കിലും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മരിച്ചു, അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിൽ മരിച്ചാൽ അവൻ ഷഹീദാണ്. വമൻ മാത ഫിത്താഹൂൻ ഫഹുവ ഷഹീദ്, പ്ലേഗ് ബാധിച്ച് മരിച്ചു, ഷഹീദാണ്. കൊറോണ ബാധിച്ച് മരിച്ചു, ഷഹീദാണ്. വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്, ഉദരവുമായി ബന്ധപ്പെട്ട രോഗം, വയറുമായി ബന്ധപ്പെട്ട രോഗം വന്ന് മരിച്ചു, മരണപ്പെട്ടു. നമ്മൾ എന്തിനാ സങ്കടപ്പെടേണ്ട ആവശ്യം? വയറ് വല്ലാതെ വേദനിക്കുന്നു, ശരീരം വല്ലാതെ വേദനിക്കുന്നു, സഹിക്കാൻ പറ്റുന്നില്ല, കരച്ചിൽ വരുന്നു, ഒന്നുമില്ല, പരാതി വേണ്ട, വേദന വേണ്ട. മരണം നമുക്ക് അല്ലാഹു തആല തന്നാൽ ഫഹുവ ഷഹീദ്, ഷഹീദാണ്. നമുക്ക് ശുഹദാക്കളുടെ കൂട്ടത്തിൽ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാം. വമൻ മാത ഫിൽ ബത്നി ഫഹുവ ഷഹീദ്, ഉദര സംബന്ധമായ രോഗങ്ങൾ കാരണം, വയറ് സംബന്ധമായ രോഗങ്ങൾ കാരണം മരണപ്പെട്ടാൽ ഷഹീദാണ്. ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, വമൻ ഗരിഖ ഫഹുവ ഷഹീദ്, മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ, വെള്ളത്തിൽ മുങ്ങി മരിച്ചു കഴിഞ്ഞാൽ അവരും ഷഹീദാണ്. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങൾ നമ്മൾ അങ്ങനെയാണ് എടുക്കേണ്ടത്. അള്ളാഹു എനിക്ക് ഷഹാദത്തിൻ്റെ, എൻ്റെ മകന് ഷഹാദത്തിൻ്റെ ദറജയാണ് കൊടുത്തിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാമിനോട് ചോദിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവൻ്റെ ദുനിയാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി, കച്ചവട ആവശ്യത്തിന് വേണ്ടി കടൽ മാർഗം കപ്പലിൽ സഞ്ചരിക്കുകയാണ്. കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങി മരിച്ചു. ഷഹീദിൽപ്പെടുമോ? ഈ ഹദീസ് അനുസരിച്ച് ഷഹീദിൽപ്പെടുമോ? ദുനിയാവിൻ്റെ ആവശ്യത്തിന് പുറപ്പെട്ടതല്ലേ? ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ല മറുപടി പറഞ്ഞു, നഅം മാത ഷഹീദൻ ഇദാ ലം യകുൻ ആസിയൻ. അവൻ പാപത്തിലേക്കല്ല യാത്ര, അവൻ്റെ ബിസിനസ് ഹറാമായ രീതിയിലല്ല എങ്കിൽ അയാൾ ഷഹീദാണെന്ന് ഷെയ്ഖുൽ ഇസ്ലാം മറുപടി പറയുന്നുണ്ട്. മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും
ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ, ഭൂമി ലോകത്ത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മുസീബത്ത് അള്ളാഹു തരുന്നുണ്ടെങ്കിൽ, പലതരത്തിലാണ് മുസീബത്ത്. മാനസിക വിഷമങ്ങളാകാം, ടെൻഷനുകളാകാം, മരണങ്ങളാകാം, രോഗങ്ങളാകാം, മക്കളെ കൊണ്ടുള്ള പരീക്ഷണങ്ങളാകാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു പരീക്ഷണം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ, നിങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ അത് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ അതൊരു കിതാബിൽ, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം വയ്ക്കുന്നില്ല. എന്ത് മുസീബത്ത് ഭൂമിയിലുണ്ടായാലും, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും, വലാ ഫീ അൻഫുസിക്കും, അല്ലാഹു തആല പ്രത്യേകം പറയാം, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും ഇല്ലാ ഫീ കിതാബിൻ, അത് ഒരു കിതാബിൽ എഴുതി വച്ചിട്ടുണ്ട്. മിൻ ഖബ്ലി അൻ നബ്റഅഹാ, അതിനെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്. നമ്മൾ ഈ ലോകത്ത് വരുന്നതിന് മുമ്പേ എല്ലാം തീരുമാനമായി കഴിഞ്ഞു. റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തിസ് സുഹഫ്, പേനകളൊക്കെ ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, പേജുകളൊക്കെ ഉണങ്ങി. ഇനി ഒരു തീരുമാനം മാറാനില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക, അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാനും അറിയാനും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസമുള്ള കാര്യമല്ല. കാരണം അള്ളാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. എന്തിനാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്? അള്ളാഹു പറയാണ്, ഞാൻ ഈ ആയത്ത് അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അതിൻ്റെ കാരണം കൂടി അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലികൈലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികമായി ഡിപ്രഷനിലേക്ക് പോകാതിരിക്കാനാണ്, നിങ്ങൾ സങ്കടപ്പെടാതിരിക്കാനാണ്. സാമ്പത്തിക നഷ്ടം വന്നു, വേദനിക്കേണ്ട. മരണം സംഭവിച്ചു, വീട്ടിൽ മകൻ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, അധികം ഡിപ്രഷനിലേക്ക് നിങ്ങൾ പോകണ്ട, ടെൻഷനിലേക്ക് നിങ്ങൾ പോകണ്ട. അങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഇത് നേരത്തെ തീരുമാനിച്ചതാ. നിനക്ക് എത്ര ലാഭം കിട്ടണം, എത്ര നഷ്ടം കിട്ടണം, എന്ത് രോഗം വരണം, അതുപോലെ തന്നെ എത്ര ഭക്ഷിക്കണം, അതുപോലെ തന്നെ എന്ന് മരിക്കണം, ഇതൊക്കെ പടച്ചവൻ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളാണ്. എല്ലാം ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. വലാ തഫ്റഹൂ ബിമാ ആതാകും, അതിനുവേണ്ടി മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിൽ അഹങ്കരിച്ചുകൊണ്ട് മതിമറന്നുകൊണ്ട് ജീവിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പവർ കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്നുള്ള ചിന്ത വരാതിരിക്കാനാണ്. കാരണം അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരികളായ ആളുകൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുസീബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബൈഹഖ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ജനങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിൻ്റെ വേദനയായിരിക്കണം. ഫഇന്നഹു ലൻ യുസാബ അഹദും മിൻ ഉമ്മത്തി ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബത്തി, എൻ്റെ മരണത്തേക്കാൾ വലിയൊരു മുസീബത്ത് ഇനി വരാൻ പോകുന്ന, ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ഒരാൾക്കും വരാനില്ല. അതോടുകൂടി വഹ്യ് നിലച്ചു, അതോടുകൂടി ആകാശവുമായിട്ടുള്ള ബന്ധം നിലച്ചു, ഒരുപാട് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്തുകൾ വരുമ്പോൾ ഇതാരാണ് പറയുന്നത്? ആർക്കാണിത് പറയാൻ അർഹതയുള്ളത്? നേരത്തെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ ആ സ്ത്രീ, എൻ്റെ മകനല്ലേ മരിച്ചതെന്ന്, ആരോടെ ഈ പറയുന്നത്? ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ട വ്യക്തിയോട്, ജനിച്ചതിന് ശേഷം 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ട പ്രവാചകനോട്, പിന്നെ അതിനുശേഷം തന്നെ നോക്കി വളർത്തിയ അബ്ദുൽ മുത്തലിബിൻ്റെ 9-ാമത്തെ വയസ്സിലെ മരണം, പിന്നെ അങ്ങോട്ട് ദഅവത്തിന്റെ പരിശ്രമം തുടങ്ങി തനിക്ക് ജീവിതത്തിൽ അനുഗ്രഹമായി ഏറ്റവും താൻ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അബൂ ത്വാലിബും എൻ്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിയും മരണപ്പെട്ടു. ആമുൽ ഹുസ്ൻ എന്നാണ് ആ വർഷത്തിൻ്റെ പേര്. നിബിതങ്ങളുടെ ഉണ്ടായ മരണങ്ങൾ ചെറുതല്ലല്ലോ. അതിനുശേഷം ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട എളാപ്പയും കരളിൻ്റെ കഷ്ണം ഹംസ റളിയല്ലാഹു തആല അൻഹ, ഒരുപാട് സുഹൃത്തുക്കൾ പിന്നീട് മരണപ്പെടുമ്പോൾ, നബിതങ്ങൾ വഫാത്താകുമ്പോൾ
പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളിൽ നിന്നും ഒരാൾ മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 7 മക്കളുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന്. 7 മക്കൾ. 7 മക്കൾ അള്ളാഹു തആല കൊടുത്തിട്ട് ഓരോ മകനും മകളും മരിക്കുമ്പോൾ ഖുറൈശികൾ, മക്ക കുഫാറുകൾ പറയുമായിരുന്നു, അബ്തർ വാലറ്റവനാണ്, ഇവൻ അനന്തരാവകാശി ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു കളിയാക്കുമായിരുന്നു. സാധാരണ മരുന്ന വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യുക. നബി തങ്ങളെ കളിയാക്കുമായിരുന്നു. 4 പെൺമക്കളിലും 3 പെൺമക്കൾ മരണപ്പെട്ടു. 3 ആൺമക്കൾ അല്ലാഹു തആല കൊടുത്തു, 3 മരണപ്പെട്ടു. പെൺമക്കളും ആൺമക്കളും മാത്രമല്ല, അവരുടെ പേരക്കുട്ടികളും മരണപ്പെട്ടു. സാധാ മരണമല്ല. ഒരു മകൾ ഒരു ശത്രുവിൻ്റെ കുന്തം കൊണ്ടിട്ടാണ് മരണപ്പെടുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ. അത് കഴിഞ്ഞ് അവസാനത്തെ മകൾ നബിതങ്ങൾ വിട പറഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴും അവരും മരണപ്പെട്ടു. ആ പേരക്കുട്ടികളോ വല്ലാത്ത വികൃതമായ രൂപത്തിൽ ഷഹീദാക്കപ്പെട്ടു. കർബല. അതൊക്കെ നബിതങ്ങൾ നേരത്തെ അറിയുകയും അതിൻ്റെ മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള നബിതങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹു നന്ദി കാണിച്ചിരുന്നു, എത്രത്തോളം ക്ഷമിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുസീബത്ത്. കാരണം നമ്മൾ നമ്മുടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, മക്കളേക്കാൾ നാം സ്നേഹിക്കുന്ന ആരെയാണ്? എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹുവിനെയാണ്. ഒരു യുദ്ധം കഴിഞ്ഞ് ഉഹദ് യുദ്ധ സമയത്ത് നബിതങ്ങൾ മരണപ്പെട്ടു എന്നുള്ള വാർത്ത പ്രചരിക്കപ്പെട്ടു. അൻസാറുകളിൽപ്പെട്ട ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ, ആ സ്ത്രീ ബേജാറായിട്ട് ഇങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ഓടി വരെയാണ്. ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നിന്റെ വാപ്പ മരണപ്പെട്ടു. ആ സമയത്ത് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, എൻ്റെ റസൂലുള്ളാഹിക്ക് എന്തു പറ്റി? പിന്നീട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നിന്റെ മകൻ മരണപ്പെട്ടു, എൻ്റെ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി? പിന്നീട് ആ സ്ത്രീയോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു, എൻ്റെ റസൂലുള്ളാഹിക്ക് എന്ത് പറ്റി? പിന്നെ പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ മരണപ്പെട്ടു. എത്ര പേര് മരണപ്പെട്ടു ഒരു ജീവിതത്തിൽ, ഒരു യുദ്ധത്തിൽ? വാപ്പ, മകൻ, സഹോദരൻ, പിന്നെ ഭർത്താവ്, ഏറ്റവും വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിഞ്ഞു. എൻ്റെ റസൂൽ എവിടെയാണെന്ന് ചോദിക്കുകയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയും എന്നിട്ട് നബിതങ്ങളുടെ കണ്ടപ്പോൾ, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ, താങ്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ബാക്കിയുള്ള മുഴുവൻ മുസീബത്തുകളുമൊക്കെ താങ്കളുടെ മുന്നിൽ ഒന്നുമല്ല. എൻ്റെ ഏറ്റവും വലിയ പ്രയാസം, പരീക്ഷണം, ബുദ്ധിമുട്ട് അങ്ങയുടെ മരണമാണ് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളും മരണങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം. 5-മതായി നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കൂടെ ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക, അല്ലെ, മൊബൈലെടുത്ത് ആ കുട്ടിയുമായിട്ടുള്ള സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ ഇങ്ങനെ കണ്ട് കരയും, ഫോട്ടോ കണ്ട് കരയും, ആ ആസ്വദിച്ച നാളുകൾ നമ്മൾ ആലോചിച്ചുകൊണ്ട് കരയും. പക്ഷേ നമ്മൾ ആ സമയത്ത് അങ്ങനെ കരയുന്നതിന് പകരം, എൻ്റെ മോൻ ഇപ്പം എവിടെയാണ്? സ്വർഗത്തിലല്ലേ? ആ സ്വർഗത്തിലാകാൻ വേണ്ടി ദുആ ചെയ്യലല്ലേ? ബദറിൽ ഷഹീദാക്കപ്പെട്ട 17-18 വയസ്സ് മാത്രമുള്ളൊരു സഹാബി ഉണ്ടായിരുന്നു. ചെറിയ കുട്ടിയാണ്, യുവാവാണ്. ഹാരിസ് ഇബ്നു സുറാഖ. 17 വയസ്സുള്ളൂ, അല്ലേ? ആ കുഞ്ഞ്, അല്ലെങ്കിൽ ആ കുട്ടി യുദ്ധത്തിൻ്റെ പടനായകന്മാരിൽ അല്ലെങ്കിൽ പോരാളികളിലില്ല. കാരണം ചെറിയ കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ നെല്ലാറ എന്നുള്ള വിഭാഗത്തിലാണ് ആ കുട്ടിയെ നിശ്ചയിച്ചത്. നെല്ലാറ എന്ന് പറഞ്ഞാൽ കുന്നിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ശത്രുക്കളെ വീക്ഷിക്കുക, നിരീക്ഷിക്കുക. അങ്ങനെ വെള്ളമെടുക്കാൻ വേണ്ടി തടാകത്തിൻ്റെ കിണറിൻ്റെ അരികിൽ വന്നപ്പോൾ തുരുതുരാന്ന് വന്ന അമ്പുകൾ തട്ടിയിട്ടാണ് ബദറിൽ വെച്ചുകൊണ്ട് ഈ കുട്ടി ഷഹീദാക്കപ്പെടുന്നത്. അപ്പോൾ പലതും പറയാൻ തുടങ്ങി. കാരണം പോരാളിയായിട്ടല്ലല്ലോ മരിച്ചത്. ആ സമയത്ത് നബിതങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ആ ഹാരിസയുടെ ഉമ്മ നബിതങ്ങളുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലെ, ഹാരിസ എൻ്റെ ഹൃദയത്തിൽ എത്ര സ്ഥാനമുണ്ട് എന്ന് താങ്കൾക്കറിയാലോ. എൻ്റെ മകനാണ്. ആ മകൻ എത്രത്തോളം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് താങ്കൾക്കറിയാലോ.
ഫഇൻ കാന ഫിൽ ജന്ന ലം അബ്കി അലൈ, എൻ്റെ മകൻ സ്വർഗത്തിലാണെങ്കിൽ ഞാൻ കരയൂല. വ ഇല്ലാ, അതല്ല ഒരു തീരുമാനവുമില്ല എങ്കിൽ സൗഫ തറാ മാ അസ്ന, ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അന്നുകൾക്കിടയിൽ വസ്ത്രം കീറി കരയലും തലയിൽ മണ്ണ് വാരിട്ട് കരയിലൊക്കെ സ്വപ്രകൃതി ഉണ്ടായിരുന്നു. അന്നത് തടഞ്ഞിട്ടില്ല, പിന്നീട് അത് തടയപ്പെട്ടു. അട്ടഹസിച്ച് കരയൽ, വസ്ത്രം കീറി കരയൽ, അതൊക്കെ ചെയ്യുമെന്നാണ് ഈ സ്ത്രീ പറഞ്ഞത്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഹബിൽത്തി അജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, ബുദ്ധി പോയോ? നീ എന്താ വിചാരിച്ചത് ഒരു സ്വർഗമാണെന്നാണോ വിചാരിച്ചത്? ഇന്നഹാ ജിനാനുൻ കസീറ, ഒരുപാട് സ്വർഗങ്ങളുണ്ട്. ആ സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വഇന്നഹു ഫിൽ ഫിർദൗസിൽ അഅല, ഉയർന്ന സ്വർഗത്തിലാണ് നിന്റെ മകനുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിക്കും. അപ്പം കരച്ചിലങ്ങ് നിന്നു. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇതിനെനിക്ക് അല്ലാഹു തആല സ്വർഗം തരുമല്ലോ, പ്രതിഫലമുണ്ടല്ലോ, ഉയർന്ന മഹത്വമുണ്ടല്ലോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ എന്ത് വരുമ്പോഴും അതിൽ ക്ഷമിക്കുവാനും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറയാനും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മനസ്സുകൊണ്ട് പറയാനും അള്ളാഹു എനിക്ക് തന്നത് തിരിച്ചെടുത്തു എന്നുള്ള ആ ഒരു ചിന്ത. അബൂ തൽഹ റളിയല്ലാഹു തആല മകൻ മരണപ്പെട്ടപ്പോൾ എങ്ങനെയെങ്കിലും, ഭയങ്കര സ്നേഹമുള്ള മകനായിരുന്നു, അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ സമാധാനിപ്പിച്ചിട്ട് പിന്നീട് അറിയിക്കുക എന്നുള്ള രീതിയിൽ ഭാര്യ പറഞ്ഞു, ആരും അറിയിക്കരുത് മരണവാർത്ത. ഭർത്താവ് വീട്ടിൽ വരുന്നു, ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്നു. പതുക്കെ പറയാൻ വേണ്ടി പോകുമ്പോൾ വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹമായി അബൂ തൽഹ റളിയല്ലാഹു. അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിക്കുന്നുണ്ട്, അയൽവാസികളെക്കുറിച്ച് എന്താ അഭിപ്രായം, അവർക്ക് എന്ത് പറ്റി? അവർക്ക് വായ്പയായിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുത്തു, തിരിച്ചു ചോദിക്കുമ്പോൾ അവർ കൊടുക്കുന്നില്ല, അവരെന്ത് ആളുകളാണ്? അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അള്ളാഹു താങ്കൾക്ക് വായ്പയായിട്ട് മകനെ തന്നു, അത് തിരിച്ചെടുത്തു. ഉടനെ ആ ഹദീസിൽ കാണാം, ആ സഹാബി അൽഹംദുലില്ലാ പറഞ്ഞു, ഇന്നാ ലില്ലാഹി പറഞ്ഞു, ദേഷ്യം വന്നു, കരച്ചിൽ വന്നു, നേരെ നബിതങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പരാതി പറഞ്ഞു, എൻ്റെ ഭാര്യ ഇങ്ങനെയൊക്കെ ചെയ്തു, എന്നെ അറിയിച്ചില്ല എന്ന് പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിങ്ങളുടെ കഴിഞ്ഞ രാത്രിയിൽ ബർക്കത്ത് നൽകട്ടെ. ആ ബന്ധപ്പെടലിൽ അള്ളാഹു തആല അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടിയെ അള്ളാഹു തആല കൊടുത്തു. ഈ ഹദീസിൻ്റെ റാവി പറയുന്നുണ്ട്, അബ്ദുള്ളയിൽ നിന്നും അള്ളാഹു തആല 9 മക്കളെ കൊടുത്തു. ആ 9 മക്കളും ഖുർആൻ ഖാരിയങ്ങളായിരുന്നു, ആലിമീങ്ങളായിരുന്നു, ദീനിൻ്റെ നേതാക്കന്മാരായിരുന്നു എന്ന് ആ ഹദീസിൻ്റെ അവസാനത്തിൽ കാണാം. അള്ളാഹു തആല നമുക്ക് പരീക്ഷണത്തിൽ അടിയുറച്ചു നിൽക്കാനും, അള്ളാഹു തആല ഏതൊരു പരീക്ഷണമാണ് നമുക്ക് തന്നത് അതിനേക്കാൾ ഖൈറായതിനെ പടച്ചവൻ നമുക്ക് പകരം നൽകുമാറാകട്ടെ. നാളെ പരലോകത്ത് അതിനേക്കാൾ ഉപരി സ്വർഗവും ഉയർന്ന പ്രതിഫലവും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു